ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ വേൾഡ് കപ്പിന് ഇന്നലെ തുടക്കമായിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ ഇന്നലെ നടന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഇപ്പോഴിതാ അർജന്റീന ക്യാമ്പിൽ നിന്നും ചില വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ വിംഗ് ബാക്കായ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പരിക്കിന്റെ പിടിയിലാണ്. മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത്. ആദ്യം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചത് ആദ്യത്തെ 2 മത്സരങ്ങൾ ടാഗ്ലിയാഫിക്കോക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഗാസ്റ്റ്യൻ എഡൂൾ നൽകിയിട്ടുണ്ട്. അതായത് 2ാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗാസ്റ്റ്യൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടീമിലെ വളരെ പ്രധാനപ്പെട്ട താരമായിക്കൊണ്ടാണ് കോച്ചിങ് സ്റ്റാഫ് ടാഗ്ലിയാഫിക്കോയെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ ഉദ്ദേശമില്ല. മറിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. ഓസ്ട്രിയക്കെതിരെ നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ ടാഗ്ലിയാഫിക്കോയെ തിരിച്ചെത്തിക്കാൻ വേണ്ടി അർജന്റീന ശ്രമിക്കുന്നു എന്നാണ് ഗാസ്റ്റ്യൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു താരം, അത് ഗോൾ കീപ്പറായ എമി മാർട്ടിനസ് ആണ്. അദ്ദേഹത്തിന്റെ കൈവിരലിന് ഒരു പരിക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഗാസ്റ്റ്യൻ എഡൂൾ നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടെസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. പോസിറ്റീവായ റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് പ്ലാനിന് അനുസരിച്ചുള്ള ഒരു പ്രോഗ്രസിങ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം റെഡിയാകും എന്നാണ് ഗാസ്റ്റ്യൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഗോൾ കീപ്പർ ആദ്യ മത്സരത്തിൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് പരിക്കേറ്റത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.